ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. PSCയുടെ ഏതൊരു എക്സാമിനേഷൻ എടുത്താലും അതിന്റെ സിലബസിൽ തന്നിരിക്കുന്ന ബയോളജി പാർട്ടിൽ, നാച്ചുറൽ സയൻസിന്റെ പാർട്ടിൽ വന്നിരിക്കുന്നതാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പഠിക്കുന്ന ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ്. ഓൾറെഡി 2 വീഡിയോ ക്ലാസ്സിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഈ ഒരു ക്ലാസ്സും കൂടി ആയിക്കഴിഞ്ഞാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ജീവകം ബിയിലേക്ക് പോകാം. ജീവകം ബി നമുക്കറിയാം പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ജീവകങ്ങളാണ് എന്ന് പറയുന്നത് ജീവകം ബി അല്ലെങ്കിൽ വിറ്റമിൻ ബി. നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? കോംപ്ലക്സ്, ബി കോംപ്ലക്സ് എന്നാണ് അല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കൂട്ടം വിറ്റമിനുകളെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയുന്നതാണ് വിറ്റമിൻ ബി. ഇപ്പോൾ വിറ്റമിൻ ബിയിൽ വരുന്ന പ്രധാനമായിട്ടും ഏതാണ്? 8 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. B1 ഉണ്ട്. B1 എന്താണ്? തയാമിൻ. ദെൻ B2 എന്തോ അത്? റൈബോഫ്ലാവിൻ. B3 നിയാസിൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്? നിക്കോട്ടിനിക് ആസിഡ്. B4 ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? B5 ഉണ്ടല്ലേ. B5 ആണിത് പാൻറ്റോത്തനിക് ആസിഡ്. B6 ഉണ്ട് പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. പിന്നെ B8 ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? B9 ഉണ്ട് ഫോളിക് ആസിഡ്. പിന്നെ വരുന്ന ഏതാണ്? 10 ഇല്ല, 11 ഇല്ല. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? B12 ആണ് അല്ലേ, സൈനോകൊബാലിൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ 8 ബിയിൽ തുടങ്ങുന്ന B1, B2, B3, ദെൻ B5, B6, B7, പിന്നെ ഏതാ വരുന്നത്? B9 ആൻഡ് B12. ഇത്രയും ജീവകങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജീവകം ബി അല്ലെങ്കിൽ ബി കോംപ്ലക്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ചോദ്യ രൂപത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു പോകാം. തവിടിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ആണ് ഏതാ? വിറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ. ഇപ്പൊ തയാമിനാണ് തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റമിൻ. നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന വിറ്റമിൻ ആണ് ഏതാ? വിറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ. അപ്പൊ തവിടിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളതും അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള വിറ്റമിൻ ആണ് ഏതാ? വിറ്റമിൻ B1. നെക്സ്റ്റ്, പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് B2. പാലെടുത്താൽ നമുക്കറിയാം പ്യുവർ വൈറ്റ് ആണോ പാല്? അല്ല, പാല് പോലെ വെളുത്തത് എന്നെങ്കിൽ പറഞ്ഞാലും പാലിന് എന്തുണ്ട്? ചെറിയ ഒരു മഞ്ഞ നിറം കാണാറുണ്ട് അല്ലേ. അപ്പം പാലിന് ഈ നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റമിൻ ആണ് എന്ന് പറയുന്ന വിറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ. ദെൻ സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നശിക്കുന്ന ജീവകം, അതായത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ പാലിൻ്റെ ഈ മഞ്ഞ നിറം നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ പാലിൻ്റെ മഞ്ഞ നിറം നഷ്ടപ്പെടുന്നതിന് കാരണം എന്താണ്? B2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ മഞ്ഞ നിറം അല്ലെങ്കിൽ നശിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ഏതാണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആണ്. നെക്സ്റ്റ്, ആന്റി പെല്ലഗ്ര വിറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് നിയാസിൻ അല്ലെങ്കിൽ B3. പെല്ലഗ്ര നമുക്കറിയാം B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണല്ലോ പെല്ലഗ്ര. സോ ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് എന്ന് പറയുന്ന B3 അല്ലെങ്കിൽ നിയാസിൻ, അതുമല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ B5. B5നെ എന്താ വിളിക്കുന്നത്? പാൻറ്റോത്തനിക് ആസിഡ്. ഓക്കെ, അപ്പം ജീവനുള്ള എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന വിറ്റമിൻ ആണ് എന്ന് പറയാം പാൻറ്റോത്തനിക് ആസിഡ്. ദെൻ ജീവകം H എന്നറിയപ്പെട്ടിരുന്ന വിറ്റമിൻ ആണ് ഏതാ? വിറ്റമിൻ B7. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വിറ്റമിൻ G അറിയപ്പെട്ടിരുന്ന പേരാണ് എന്താ? B2. ഓക്കെ, B1 നമുക്കറിയാം തയാമിനാണ്, തവിടിൽ കാണപ്പെടുന്നു, അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്നു. പാലിന് നേരിയ മഞ്ഞനിറം കൊടുക്കുന്നതാണ് B2 റൈബോഫ്ലാവിൻ. സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നശിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ B2 ആണ്. വിറ്റമിൻ G എന്നറിയപ്പെട്ടിരുന്നു ഏതാണ്? വിറ്റമിൻ B2 ആണ്. ഇവിടെ പറയുന്ന വിറ്റമിൻ H എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ജീവകം H എന്നറിയപ്പെട്ടിരുന്നതാണ് ഏതാ? B7 അല്ലെങ്കിൽ ബയോട്ടിൻ. നെക്സ്റ്റ്, ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനുകൾ. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഒന്ന് വിറ്റമിൻ K ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? വിറ്റമിൻ B5ഉം B7ഉം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണേ. നെക്സ്റ്റ്, രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാ? B5 അല്ലെങ്കിൽ എന്താ B5 അല്ല കേട്ടോ, B9 ആണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9, അതായത് ഫോളിക് ആസിഡ്. ഓക്കെ, ഫോളിക് ആസിഡ് ആണ് രക്തകോശങ്ങളുടെ RBCയുടെ ഒക്കെ രൂപീകരണത്തിന് ആവശ്യമായ
ജീവകമാണ് ഫോളിക് ആസിഡ്. ദെൻ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B12. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും സയനോ കൊബാലമീൻ അല്ലെ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഏത്? B12. ഇനി ബി കോംപ്ലക്സിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത് മാത്രമേ ഞാൻ ഇവിടെ എടുത്തു തന്നിട്ടുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കുറേ വിവരങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന SCERT ടെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് മാത്രം പോകുന്ന ക്ലാസ് ആണ് കേട്ടോ ഇത്. ദെൻ B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഓക്കെ, ബെറിബെറിയാണ് B1 അല്ലെങ്കിൽ തയാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ബെറിബെറി പറയുന്ന മറ്റൊരു പേരാണ് ഐക്കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ഇത് ബെറിബെറി. അതായത് നമ്മുടെ മസിലൊക്കെ ഭയങ്കരമായിട്ട് വീക്കായിട്ട് തോന്നുക, നമ്മളാകെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ആരോടും സംസാരിക്കാൻ തോന്നാതിരിക്കുക, പിന്നെ അതുപോലെ ശരീരത്തിലൊക്കെ പെയിൻ അനുഭവപ്പെടുന്ന പോലെ തോന്നുക, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്ന ബെറിബെറി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ബെറിബെറി. ഐക്കാണ്ട് എന്നറിയപ്പെടുന്ന ഡിസീസാണ് ബെറിബെറി. അപ്പം വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ഇത് ബെറിബെറി. നെക്സ്റ്റ് B2ന്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് അരിബോഫ്ലാവിനോസിസ്. ഓക്കെ, അരിബോഫ്ലാവിനോസിസ് ആണ് B2ന്റെ ഡെഫിഷ്യൻസി ഡിസീസ്. ദെൻ നെക്സ്റ്റ് B3 പെല്ലഗ്ര. ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. B1 ചോദിച്ചിട്ടുണ്ട്. ദെൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. നമ്മൾ പറഞ്ഞു ആൻറ്റി പെല്ലഗ്ര വിറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? നിയാസിനാണ്. അപ്പോൾ പെല്ലഗ്രയാണ്. ഇനി പെല്ലഗ്ര അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 4D സിൻഡ്രോം. ഓക്കെ, 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഡിസീസ് കൂടിയാണ് പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടാൻ കാരണം ഈ 4 രോഗങ്ങളാണ്. അതായത് ഡയേറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. ഈ 4 കാരണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡി കണ്ടോ, ഡയേറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് എന്താ 4D സിൻഡ്രോം എന്ന പെല്ലഗ്ര അറിയപ്പെടുന്നത്. നെക്സ്റ്റ് B9ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഇത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. B9ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. തിരിഞ്ഞു പോകരുത്. B12ന്റെ ഡെഫിഷ്യൻസി ആണിത് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12ന്റെ ഡെഫിഷ്യൻസിയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബെറിബെറിയും പെല്ലഗ്രയും തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ പാർട്ട് പഠിച്ചെടുക്കണം. ഇനി നമുക്ക് ജീവകം സിയിലേക്ക് പോകാം. ജീവകം സി നമുക്കറിയാം കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ഏത്? ജീവകം സി എന്നറിയപ്പെടുന്നത്. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സുകളിൽ കാണപ്പെടുന്ന വിറ്റമിനും ജീവകം സി ആണ്. ഓറഞ്ച്, നാരങ്ങ, മുസുമ്പി ഇതുപോലെയുള്ള സിട്രിക് ആസിഡ് ഉള്ള അതായത് സിട്രസ് ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന ജീവകമാണ് ഏതാ? ജീവകം സി. പിന്നെ നമ്മൾ ആദ്യം നേരത്തെ ഒരു കാര്യം പഠിച്ചില്ലായിരുന്നോ? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതായിരുന്നു? ജീവകം കെ ആണെങ്കിൽ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് എന്ന് പറയുന്ന ജീവകം സി. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. സിമ്പിളായിട്ട് ഇത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ പഴമൊക്കെ പുഴുങ്ങി കഴിക്കുമ്പോൾ പറയും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലതെന്ന് അല്ലേ. അപ്പോൾ ആ ഒരു രീതി അത് ഓർത്തിരുന്നാൽ മതി. അതാണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മുറിവുണങ്ങാൻ കാലതാമസം ഉണ്ടാകുന്നത് ഈ ജീവകം സിയുടെ അഭാവം മൂലമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലൊക്കെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ കാലതാമസമൊക്കെ അനുഭവപ്പെടുന്ന ജീവകം സിയുടെ അഭാവം മൂലമാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ടത് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകവും ഏതാണ്? ജീവകം സി ആണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവകം സിയെ കുറിച്ചുള്ള പോയിന്റ്. നമുക്കൊന്ന് നോക്കാം. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്നാണ് അല്ലെ ജീവകം സി അറിയപ്പെടുന്നത്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏത്? ജീവകം സി. ദെൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം. പ്രത്യേകം നോട്ട് ചെയ്യണേ, കാരണം പാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സമീകൃത ആഹാരം എന്നൊക്കെയാണ് പാലിനെ പറയുന്നത്. പാലിലും മുട്ടയിലും കാണപ്പെടാത്ത ജീവകമാണ് ഏത്? ജീവകം സി. ദെൻ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി ആണ്. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം സി. ദെൻ ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രഷ് ഫുഡ് വിറ്റമിൻ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഏതാണ്? പഴവർഗ്ഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സിട്രസ് ഫ്രൂട്ടിൽ നന്നായിട്ട് കാണപ്പെടുന്ന ജീവകമാണ് ഏതാ? ജീവകം സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും. സോ ഇതിനെ എന്ത് വിളിക്കും? ഫ്രഷ് ഫുഡ് വിറ്റമിൻ അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് ജീവകം എന്നറിയപ്പെടുന്നതാണ് ഏതാ? ജീവകം സി.
ദെൻ അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ജീവകവും കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന ആൻറ്റി ക്യാൻസർ ഏജന്റ് എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഇനി ജീവകം സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഇത് സ്കർവി. സ്കർവി അറിയപ്പെടുന്ന പേരാണ് നാവികരുടെ പ്ലേഗ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് കൊണ്ടുണ്ടാവും ഡിസീസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, സ്കർവി. അതുപോലെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നാവികരുടെ പ്ലേഗ എന്നറിയപ്പെടുന്ന അസുഖം. നാവികരുടെ പ്ലേഗ എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? സ്കർവിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവകം സിയുടേതായിട്ട് പഠിച്ചു വെക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻസ് ആയിട്ടുള്ള വിറ്റമിൻ ബി, വിറ്റമിൻ സി ഇത് രണ്ടുമാണല്ലേ പഠിച്ചത്. അപ്പൊ ഈ ക്ലാസ്സോട് കൂടി നമ്മുടെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ഭാഗം പൂർത്തീകരിച്ചു. അതായത് ബയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയും കൂടി നമ്മൾ എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. അപ്പോൾ 2 പാർട്ടായി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് കഴിഞ്ഞു, അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പൂർത്തീകരിച്ചു. ക്ലാസ് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് പഠിക്കുക, അതുപോലെ തന്നെ ജീവകങ്ങളും ജീവകങ്ങളുടെ അപര്യാപ്തത രോഗവും കൂടി പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, കസിൻസ്, മറ്റു ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കും കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം. താങ്ക്